Hi, hello, welcome to a very new video of Bio Ocean and in again നമ്മളുടെ കേരള സെറ്റ് എക്സാമിൻ്റെ 60 ഡേയ്സ് ചാലഞ്ചിലെ വീഡിയോ ആയിട്ടാണ് എത്തിയേക്കുന്നത്. ആൻഡ് ഇന്ന് നമ്മൾ ജെനറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക് ആയിരിക്കും പഠിക്കുന്നുണ്ടായിരിക്കുക കേട്ടോ. നിങ്ങളുടെ പഠനങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്നുള്ളതൊക്കെ ഒന്ന് അറിയിക്കുക. നന്നായി തന്നെ പോകുന്നു എന്ന് വിചാരിക്കുന്നു. ഓൾമോസ്റ്റ് എല്ലാവരും നമ്മളുടെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതൊന്നും ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല. ബേസിക്കലി നിങ്ങളുടെ സെറ്റിൻ്റെ എക്സാമിന് ഇതുവരെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസൊക്കെ കൂടെ ഞാൻ നമ്മൾ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ളതൊന്ന് റീസെർച്ച് ചെയ്ത് ഒന്ന് ഓർഗനൈസ് ചെയ്തെടുത്തതാണ്. അപ്പോൾ മോക്ക് ടെസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് പറയാം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്കിലോട്ട് നമുക്ക് കടക്കാം. ഫസ്റ്റ് വൺ ഈസ് ലൈക്ക് നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക്കിൽ ഏറ്റവും അടുത്തത് ദാറ്റ് ഇസ് ക്രോസിംഗ് ഓവർ ആൻഡ് റീകോമ്പിനേഷൻ. ഇത് രണ്ടും എന്താണെന്നുള്ളൊരു ചെറിയൊരു ഐഡിയ വിത്ത് ഡെഫിനിഷൻ നമുക്ക് മനസ്സിലാവണം. ആൻഡ് അത് മാത്രമല്ലാതെ ക്രോസിംഗ് ഓവറിൻ്റെ മെക്കാനിസം എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദെൻ കൈൻഡ്സ് ഓഫ് ക്രോസിംഗ് ഓവർ. ഇങ്ങനെ 3 കോൺസെപ്റ്റുകളാണ് ക്രോസിംഗ് ഓവറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇങ്ങനൊരു കുഞ്ഞു ടോപ്പിക്ക് നമ്മളുടെ സിലബസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. നമുക്ക് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ യെസ്, ഫസ്റ്റ് ഓഫ് ഓൾ ഒബ്വിയസ്ലി നമ്മൾ ക്രോസിംഗ് ഓവർ വെച്ച് സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് നമ്മൾക്ക് എല്ലാവർക്കും വളരെ കുഞ്ഞു ക്ലാസ്സുകളിൽ മുതൽ പരിചയമുള്ളൊരു കോൺസെപ്റ്റാണ് ഈ ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് ഞാൻ ഈ ക്രോസിംഗ് ഓവറിൻ്റെ റീകോമ്പിനേഷൻ്റെയും ഐഡിയ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളൊരു കുഞ്ഞായിരിക്കുന്ന സമയത്ത്, ദാറ്റ് മീൻസ് ഒരു സൈഗോട്ടൊക്കെ ആയിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സൈഗോട്ട് ആവുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ അല്ലേ. ഫെർട്ടിലൈസേഷൻ സംഭവിക്കുന്നു. അച്ഛൻ്റെ കയ്യിൽ നിന്നുള്ള സ്പേമും അമ്മയുടെ കയ്യിൽ നിന്നുള്ള ഓവവും ഫ്യൂസ് ചെയ്തിട്ട് ഫെർട്ടിലൈസേഷൻ സംഭവിക്കുന്നു. അപ്പോൾ ഈ അച്ഛൻ്റെ ക്രോമസോമുകൾ 23 എണ്ണമാണ് സ്പേമിലൂടെ നമ്മൾക്ക് ബോഡിയിൽ വരിക. അമ്മയുടെ ക്രോമസോമും 23 എണ്ണം ഓവത്തിലൂടെ നമ്മളുടെ ബോഡിയിലോട്ട് എത്തുന്നു. അപ്പോൾ 2 വ്യത്യസ്തമായിട്ടുള്ള ആളുകളുടെ ക്രോമസോംസാണ് എത്തുന്നുണ്ടായിരിക്കുക. അങ്ങനെ ഈ 2 സെറ്റ് ക്രോമസോമുകൾ കിട്ടുമ്പോഴാണ് ഒരു സൈഗോട്ട് എന്തായിട്ട് മാറുന്നത്, ഡിപ്ലോയിഡ് കണ്ടീഷനിൽ മാറുക. കാരണം ഓവം സ്പേമൊക്കെ ഹാപ്ലോയിഡ് ആണ്, സൈഗോട്ടാണ് പിന്നീട് ഡിപ്ലോയിഡ് ആയിട്ട് മാറുന്നത് അല്ലേ. അപ്പോൾ സൈഗോട്ട് ഡിപ്ലോയിഡ് ആകുന്നത് ഇങ്ങനെയാണ്. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഈസ് ലൈക്ക് ഈ അച്ഛൻ്റെ നിന്ന് കിട്ടിയിട്ടുള്ള 23 ക്രോമസോംസും അമ്മയുടെ നിന്ന് കിട്ടിയിട്ടുള്ള 23 ക്രോമസോംസും അലൈൻ ചെയ്യും. ഇപ്പോൾ ഒന്നാമത്തെ ക്രോമസോമുകൾ അച്ഛൻ്റെയും അമ്മയുടെയും ഒരുമിച്ച് ഒരു പെയറായിട്ടിരിക്കുന്നു. അതുപോലെ രണ്ടാമത്തെ, മൂന്നാമത്തെ ഇരിക്കും. അങ്ങനെ എല്ലാവരും ലൈക്ക് 23 പെയേഴ്സും ഇതുപോലെ ഒരു കപ്പിളായിട്ട് അല്ലെങ്കിൽ ജോഡി ആയിട്ടായിരിക്കും ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, 2 വ്യത്യസ്ത മനുഷ്യരിൽ നിന്നുള്ള ക്രോമസോംസ് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ ജനിക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ ഫാമിലിയും അല്ലെങ്കിൽ റിലേറ്റീവ്സൊക്കെ വരുമ്പോൾ പറയുന്നേക്കാറുണ്ട്, അയ്യോ കൊച്ചെന്താ അമ്മയുടെ പോലെ തന്നെ ഇരിക്കുന്നു, അച്ഛൻ്റെ പോലെ തന്നെ ഇരിക്കുന്നു. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മളാരും അച്ഛൻ്റെയും അമ്മയുടെയും ഡിറ്റോ കോപ്പി പോലെ എടുത്ത് വെച്ചേക്കുന്നവരല്ല. നമ്മൾക്ക് അച്ഛൻ്റെയും അമ്മയുടെയും സിമിലാരിറ്റീസ് ഉണ്ടായിരിക്കും, പക്ഷേ ഒരിക്കലും അവരുടെ കോപ്പീസ് എക്സാക്റ്റ് കോപ്പീസ് അല്ല. അവർക്ക് ഉള്ളതിൽ വെച്ചിട്ട് കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ നമ്മളുടെ ബോഡിയിൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അമ്മയുടെ മുടി കേളി ആയിട്ടുള്ള മുടി, അതാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ലൈക്ക് നഖത്തിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതും അമ്മയുടെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ചില കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് അച്ഛൻ്റെയോ അമ്മയുടെയോ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് കിട്ടിയതാണ്. പക്ഷെ അത് മാത്രമല്ല, ഇവർ രണ്ടിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള വേരിയേഷൻസും നമ്മളിൽ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ഒരു കുട്ടി ജനിക്കുമ്പോൾ വേരിയേഷൻസിനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് ഈ ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. മ്യൂട്ടേഷൻ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നു. മ്യൂട്ടേഷൻ ഒരു കാരണമാണ് ഒബ്വിയസ്ലി, പക്ഷേ അതല്ലാതെ ക്രോസിംഗ് ഓവർ ഒരു വലിയ കാരണമാണ്. കാരണം എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, ക്രോസിംഗ് ഓവർ ചെയ്യുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ഏതെങ്കിലും ഒരു ക്രോമസോം, ഇപ്പോൾ ഒന്നാമത്തെയോ രണ്ടാമത്തെ ഏതെങ്കിലും ഒരു ക്രോമസോം, അച്ഛൻ്റെ ക്രോമസോമും അമ്മയുടെ ക്രോമസോമും ഇങ്ങോട്ടും അവരുടെ കുറച്ച് പാർട്സ് എക്സ്ചേഞ്ച് ചെയ്യുക. അച്ഛൻ്റെ ക്രോമസോമിൽ നിന്ന് കുറച്ച് പാർട്സ് അമ്മയുടെ ക്രോമസോമിലേക്കും അമ്മയുടെ ക്രോമസോമിൽ നിന്നുള്ള കുറച്ച് പാർട്സ് അച്ഛൻ്റെ ക്രോമസോമിലേക്ക് വെച്ച് കൊടുക്കുന്നു. ആൻഡ് ഇങ്ങനെ അവരുടെ പാർട്സ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് വി കോൾ ഇറ്റ് ആസ് ക്രോസിംഗ് ഓവർ. ഈ ക്രോസിംഗ് ഓവർ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് പറ്റും, സപ്പോസ് അച്ഛൻ്റെതൊരു, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അച്ഛൻ്റെതൊരു പിങ്ക് ക്രോമസോം ആയിരുന്നു, അമ്മയുടേതൊരു വയലറ്റ് ക്രോമസോം ആയിരുന്നു എന്ന് വിചാരിക്കുക. പക്ഷേ ഇപ്പോൾ ക്രോസിംഗ് ഓവർ നടന്നു കഴിയുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി പിങ്കും കംപ്ലീറ്റ്ലി വയലറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. പിങ്കിൽ കുറച്ച് വയലറ്റിൻ്റെ പ്രസൻസ് കാണാൻ പറ്റും, വയലറ്റിൽ കുറച്ച് പിങ്കിൻ്റെ പ്രസൻസ് കാണാൻ പറ്റും. ദാറ്റ് മീൻസ് എൻറ്റയർ ക്രോമസോംസിൽ എന്തൊക്കെയോ വ്യത്യാസങ്ങൾ സംഭവിച്ചിരിക്കുന്നു, എൻറ്റയർ ക്രോമസോമിന് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ആ മാറ്റങ്ങളോട് കൂടിയാണ് ക്രോമസോംസ് നമ്മളുടെ ബോഡിയിൽ തുടരുക. അങ്ങനെയാണ് പുതിയ കോമ്പിനേഷൻസും പുതിയ വേരിയേഷൻസും നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യം ഇല്ലാതിരുന്ന, പഴയ ക്രോമസോമിൽ ഇല്ലാതിരുന്ന കോമ്പിനേഷൻ നമ്മുടെ ബോഡിയിലേക്ക് ക്രോസിംഗ് ഓവർ മുഖാന്തരം വന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, റീകോമ്പിനേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ക്രോസിംഗ് ഓവർ ഉണ്ടാകുന്നുണ്ട്, സ്വാഭാവികമായിട്ടും അവിടെ എന്തുണ്ടാകും, റീകോമ്പിനേഷൻ ഉണ്ടാകും. ഇതാണ് ഒരു കുഞ്ഞു ഐഡിയ, ഇതാണ് നമ്മളൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്രോസിംഗ് ഓവർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ അവിടെ 2 ഡെഫിനിഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് മെക്കാനിസം ഓഫ് ദ റീകോമ്പിനേഷൻ ഓഫ് ജീൻസ് ഡ്യൂ ടു ഇന്റർചേഞ്ച് ഓഫ് ക്രോമസോമൽ സെഗ്മെന്റ്സ് അറ്റ് ദ ടൈം ഓഫ് പെയറിംഗ്.
പാരിങ് നടക്കുന്ന സമയത്ത് ക്രോമസോംസിൻ്റെ സെഗ്മെൻറ്റ്സ് ഇങ്ങോട്ടും അങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഒരു റീകോമ്പിനേഷൻ ഉണ്ടാവും അല്ലേ, അതിനെയാണ് നമ്മൾ ക്രോസിംഗ് ഓവർ എന്ന് വിളിക്കാം. ഈ ഒരു ഡെഫിനിഷൻ ഓർത്ത് വയ്ക്കാം. അതർവൈസ് രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ നോക്കിക്കേ, എക്സ്ചേഞ്ച് ഓഫ് സെഗ്മെൻറ്റ്സ് ഒബ്സർവ്ഡ് ഇൻ ഹോമോലോഗസ് ക്രോമസോംസ് ബിറ്റ്വീൻ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ്. നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഉണ്ടല്ലോ, അവരുടെ ഇടയിൽ ഈ സെഗ്മെൻറ്റിൻ്റെ എക്സ്ചേഞ്ച് നടക്കുന്നത്. പക്ഷേ ഇത് ഹോമോലോഗസ് ക്രോമസോമിൽ കാണുന്ന ഒരു സംഗതിയാണ്. ഹോമോലോഗസ് ക്രോമസോംസിനെ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡുകൾ തമ്മിൽ സെഗ്മെൻറ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് വി ബേസിക്കലി കോൾ ഇറ്റ് ആസ് ക്രോസിംഗ് ഓവർ. ആൻഡ് നമ്മൾ മിയോസിസ് പഠിച്ചിട്ടുണ്ട്. മിയോസിസ് 1 നമ്മൾക്കറിയാം. മിയോസിസ് 1 പ്രൊഫേസ് 1 നമ്മൾക്കറിയാം. അവിടെ 5 സ്റ്റേജസ് ഉണ്ട് അല്ലേ, ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ, പാക്കറ്റിൻ, ഡിപ്ലോട്ടിൻ, ഡയാകൈനസിസ്, അങ്ങനെ 5 സ്റ്റേജസ് ഉണ്ട് പ്രൊഫേസ് 1. അതിൽ പാക്കറ്റിൻ എന്ന് പറഞ്ഞ സ്റ്റേജിലാണ് ക്രോസിംഗ് ഓവർ സംഭവിക്കുന്നത്. മിയോസിസ് നമ്മുടെ ബോഡിയിൽ നടക്കുമ്പോൾ പാക്കറ്റീനിൽ വെച്ചിട്ട് ഇത് സംഭവിക്കുന്നുണ്ടായിരിക്കും. ആൻഡ് ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം ഏറ്റവും ആദ്യമായിട്ട് യൂസ് ചെയ്തത് മോർഗൻ ആൻഡ് കാറ്റൽ എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റാണ് 1912. മോർഗനെ നിങ്ങൾക്കറിയാം, TH മോർഗൻ, ഡ്രോസോഫിലക്കകത്തൊക്കെ എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടുള്ള മോർഗനില്ലേ, അദ്ദേഹം തന്നെ. അദ്ദേഹമാണ് ഈ ലിങ്കേജ്, ക്രോസിംഗ് ഓവർ, റീകോമ്പിനേഷൻ അങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മളിൽ പരിചയപ്പെടുത്തുന്നത് TH മോർഗനാണ്. TH മോർഗൻ മാത്രമല്ല, കാറ്റലും കൂടെ ഉണ്ട്. 1912 ഇവരിത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, ഇനി യൂഷ്വലി നമ്മളുടെ ബോഡിയിൽ ക്രോസിംഗ് ഓവർ അല്ലെങ്കിൽ റീകോമ്പിനേഷൻസ് നടക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. എല്ലാവരിലും ഇത് നടക്കും. ഇതിൻ്റെ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഏകദേശം 0 to 50% വരെ നടക്കാം. എന്ന് വെച്ചാൽ നമ്മളുടെ ബോഡിയിൽ പാരൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള ഫീച്ചേഴ്സ് മാക്സിമം 50% വരെയാണ്. ഒരിക്കലും നമ്മളുടെ 100% കാര്യങ്ങളും പാരൻസിൽ നിന്ന് ഡിഫറെൻ്റ് ആവില്ല. കുറച്ചൊക്കെ സിമിലാരിറ്റീസ് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ സിമിലാരിറ്റീസ് ഒരു 50% ഉണ്ടാകും. റീകോമ്പിനേഷൻസ് എന്ന് പറയുന്നത് 50% ഉണ്ടാകും. അത് എക്സാക്ട്ലി 50% ആയിരിക്കില്ല. 0 മുതൽ 50% ഇടയിലുള്ള വാല്യൂവിൽ എത്ര വേണമെങ്കിലും വരാം. അത് ഓരോരുത്തരുടെ ജെനറ്റിക്സ് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ആൻഡ് നമ്മൾക്ക് ഈ റീകോമ്പിനേഷൻസ് എത്രത്തോളം വരാൻ സാധ്യതയുണ്ട്, അതിൻ്റെ ഫ്രീക്വൻസി എത്രത്തോളം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, ഇതൊക്കെ നമ്മൾക്ക് ടെസ്റ്റ് ക്രോസ് ഒക്കെ നടത്തിയിട്ട്, നമ്മൾ ജെൻറ്റൈസിൽ ടെസ്റ്റ് ക്രോസ് പഠിച്ചിട്ടില്ലേ, ആ ടെസ്റ്റ് ക്രോസ് ഒക്കെ നടത്തിയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ നമ്മളുടെ ഈ ഒരു റീകോമ്പിനേഷൻ റേഷ്യോ ഒരു പെർസെൻറ്റേജ് വാല്യൂവിൽ നമ്മൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മളിവിടെ എൻറ്റയർ പോപ്പുലേഷൻ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകണ്ടോ. അപ്പോൾ എൻറ്റയർ പോപ്പുലേഷനെ നമ്മൾ റീകോമ്പിനൻസും പാരൻ്റൽ ടൈപ്സും അങ്ങനെയായിട്ടാണ് എടുക്കുന്നുണ്ടായിരിക്കുക. റീകോമ്പിനൻസ് എന്ന് പറഞ്ഞാൽ റീകോമ്പിനേഷൻ നടന്നിട്ടുള്ളത്, പാരൻ്റൽ ടൈപ്സ് എന്ന് പറഞ്ഞാൽ പാരൻ്റ് പോലെ ഇരിക്കുന്നത്. ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ നമുക്കൊരു സം കിട്ടും. അതാണ് ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയാം. അപ്പോൾ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി പെർസെൻറ്റേജിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, റീകോമ്പിനൻ്റ് ആയിട്ടുള്ള ഓഫ് സ്പ്രിങ്ങിനെ ടോട്ടൽ നമ്പർ ഓഫ് ഓഫ് സ്പ്രിങ്ങും കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക 100 കൊണ്ട്. അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് കിട്ടും. എത്രത്തോളമാണ് റീകോമ്പിനേഷൻ നടന്നിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു പെർസെൻറ്റേജ് കിട്ടും. അപ്പോൾ ഈ ഇക്വേഷൻ ഓർത്ത് വയ്ക്കണം, നമ്പർ ഓഫ് റീകോമ്പിനൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പ്രോജനി അല്ലെങ്കിൽ ടോട്ടൽ ഓഫ് സ്പ്രിങ്സ് ഇൻറ്റു 100. ഈ ഒരു ഇക്വേഷൻ കാര്യമായിട്ട് തന്നെ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ, കാരണം ഇക്വേഷൻ തന്നിട്ട് പലപ്പോഴും ചോദിക്കാറുണ്ട് ഇത് എന്തിൻ്റെ ഇക്വേഷനാണ്, അങ്ങനെയൊക്കെയുള്ള രീതി. ഇനിയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് കയസ്മ ആൻഡ് ക്രോസിംഗ് ഓവർ. നമ്മൾ പറഞ്ഞില്ലേ, ഹോമോലോഗസ് ക്രോമസോമിലെ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് അവരുടെ സെഗ്മെൻറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് ആക്ച്വലി നമ്മൾ ആ ഒരു പോയിന്റിനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു എക്സ് ഷേപ്പ്ഡ് സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ എക്സ് ഷേപ്പിലാണ് നമുക്ക് അതിനെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു എക്സ് ഷേപ്പ്ഡ് സ്ട്രക്ചറിനെയാണ് നമ്മൾ കയസ്മ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ തന്നെ ഒരു പ്ലൂറൽ വേർഡാണ് കയസ്മേറ്റ എന്ന് പറയുന്നത്. ആൻഡ് ഞാനിതിൻ്റെ പിക്ചർ കാണിച്ചു തരാം. ഈ കയസ്മയുടെയും കയസ്മേറ്റയുടെയൊക്കെ ഞാൻ പിക്ചർ കാണിച്ചു തരാം കേട്ടോ. കയസ്മേറ്റയൊക്കെ ഒന്നാണ്. നിങ്ങളിവിടെ നോക്കുക, ഞാനിവിടെ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ്, സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്നാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് നിങ്ങൾക്ക് അറിയായിരിക്കും. സെയിം ക്രോമസോമിലെ 2 ക്രോമാറ്റിഡുകളെ നമ്മൾ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്ന് പറയും. 2 വ്യത്യസ്ത ക്രോമസോമുകളുടെ ക്രോമാറ്റിഡ്സിനെ നമ്മൾ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഇവരുടെ ക്രോസിംഗ് ഓവർ നടക്കുന്നതാണ് രണ്ടാമത്തെ പിക്ചർ. അപ്പോൾ അവർ ഇങ്ങോട്ടും സെഗ്മെൻറ്റ്സ് എക്സ്ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു എക്സ് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു പോർഷൻ ഉണ്ടാകുന്നുണ്ട്. അതിനെയാണ് അവിടെ കയസ്മ എന്ന് പറയുന്ന ലേബൽ ചെയ്തേക്കുന്നത്. കണ്ടോ, ഒരു എക്സ് ഷേപ്പ് ഫോം ചെയ്യുന്നു. ആ ഒരു സ്ട്രക്ചറിനെയാണ് കയസ്മ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കുന്നുണ്ടായിരിക്കുക. കയസ്മനെ നമ്മൾക്ക് എന്തും വിളിക്കാം, കയസ്മേറ്റ എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. ആൻഡ് ഈ കയസ്മ ഏറ്റവും ആദ്യം ഡിസ്കവർ ചെയ്തിട്ടുണ്ടായിരുന്നത് ജാൻസൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റാണ് 1909. അപ്പോൾ ഏറ്റവും ആദ്യം കയസ്മ വന്നു എന്ന് വേണം പറയാനായിട്ട്. അന്നത്തെ കാലത്ത് ഈ ക്രോസിംഗ് ഓവറിനെ പറ്റിയിട്ടുള്ള വലിയ ഐഡിയ നമ്മൾക്കില്ലായിരുന്നു. പിന്നീട് മൈക്രോസ്കോപ്പിക് ഡെവലപ്മെൻറ്റും അങ്ങനത്തെ കുറേ എന്താ പറയുക, ടെക്നോളജി ഡെവലപ്മെൻറ്റിന് ശേഷമാണ് ഇങ്ങനത്തെ ഐഡിയാസൊക്കെ നമ്മൾക്ക് ക്രോസിംഗ് ഓവറിനെ പറ്റിയിട്ടൊക്കെ കിട്ടിയിട്ടുള്ളത്. ഈ കയസ്മയുടെ പൊസിഷൻ അനുസരിച്ച് നമ്മൾക്ക് രണ്ടായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ടെർമിനൽ കയസ്മയെന്നും ഇൻറ്റർസ്റ്റീഷ്യൽ കയസ്മയെന്നും. ഇതെന്താണെന്ന് നോക്കാം നമുക്കിനി. അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാവേ.
ടെർമിനൽ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും ഒരു എൻഡിലാണ് നമ്മുടെ ക്രോമസോംസ് പെയർ ചെയ്യുന്ന സമയത്ത്, ക്രോമാറ്റിഡ്സ് പെയർ ചെയ്യുന്ന സമയത്ത് ഒരു എൻഡ് പോർഷനിലാണ് കൈസ്മേറ്റ് എങ്കിൽ നമ്മളതിനെ ടെർമിനൽ കൈസ്മ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഇനി അതല്ല, ഈ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ആണ് ഇത് വന്നേക്കുന്നത് എങ്കിൽ നമ്മൾ അതിനെ ഇൻറ്റർസ്റ്റീഷ്യൽ കൈസ്മ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ കാണിച്ചു തന്ന പിക്ചറിനകത്ത് നിങ്ങൾ നോക്കി കാണാൻ പറ്റും, ഇടയ്ക്ക് ഒരു പോർഷനിൽ വെച്ചിട്ടാണ് അതിൻ്റെ ഒരു കൈസ്മ ഫോർമേഷൻ നടക്കുന്നത്, ഇടയിൽ. അതുകൊണ്ട് അത് ഇൻറ്റർസ്റ്റീഷ്യൽ കൈസ്മയാണ്. എൻഡ് പോയിന്റിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ടെർമിനൽ കൈസ്മ എന്ന് പറഞ്ഞിട്ട് വിളിക്കും കേട്ടോ. ഓക്കെ. ആൻഡ് ഒരു ജീവിയിൽ എപ്പോഴെങ്കിലും ഇൻറ്റർസ്റ്റീഷ്യൽ കൈസ്മ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് അത് ടെർമിനൽ പൊസിഷനിലോട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ആൻഡ് അങ്ങനെ ഇൻറ്റർസ്റ്റീഷ്യൽ കൈസ്മ ടെർമിനൽ കൈസ്മയായിട്ട് മാറുന്ന പ്രോസസ്സിനെയാണ് ടെർമിനലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. യൂഷ്വലി നിങ്ങൾ ആ പിക്ചറിൽ കണ്ട പോലെ ഇൻറ്റർസ്റ്റീഷ്യൽ ആയിട്ടുള്ള കൈസ്മയായിരിക്കും നമ്മൾ ക്രോസിംഗ് ഓവർ നടക്കുമ്പോൾ ഉണ്ടാവുക. പക്ഷെ വാട്ട് ഹാപ്പൻസ് ഇസ് ലൈക്ക് ലേറ്റർ ഈ ഇൻറ്റർസ്റ്റീഷ്യൽ കൈസ്മ ടെർമിനൽ കൈസ്മയായിട്ട് മാറുന്നു. ആൻഡ് അതിനെ നമ്മൾ എന്ത് വിളിക്കും? കൈസ്മയുടെ ടെർമിനലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. ആ പ്രോസസ്സിൻ്റെ പേര് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഓക്കെ. ഇനി നമ്മളുടെ കൈസ്മയുടെ എണ്ണം എന്ന് പറയുന്നത് ക്രോമാറ്റിഡ്സിൻ്റെ ലെങ്ത്തിനനുസരിച്ചിരിക്കും. ഇപ്പോൾ നമ്മൾ ആ പിക്ചറിൽ ഒരു ആമിൽ ഒരു കൈസ്മ എന്നുള്ള രീതിയിലാണ് കണ്ടത് അല്ലേ? നിങ്ങളിതാ ഇവിടെ നോക്കിക്കോ, ഒരാമിൽ പി ആമിലൊരു കൈസ്മ, ക്യൂ ആമിലൊരു കൈസ്മ. പി ആമും ക്യൂ ആമും ഒക്കെ അറിയില്ലാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രോമസോംസിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് എന്താണ് പി ആം, എന്താണ് ക്യൂ ആം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ പി ആമിലും ക്യൂ ആമിലും ഓരോ കൈസ്മ ഇതുമാണ് നിങ്ങൾ ഈ കാണുന്നത്. പക്ഷേ നമ്മളുടെ ക്രോമസോംസിൻ്റെ ലെങ്ത് അനുസരിച്ച് ഈ എണ്ണത്തിൽ എന്തായാലും എന്തുണ്ടായിരിക്കും? വ്യത്യാസം ഉണ്ടായിരിക്കും. പിടികിട്ടിയോ? യെസ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് ഈ ബൈവാലൻ്റ് ഒക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? ഇങ്ങനെ പെയർഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് രണ്ടെണ്ണം ഇങ്ങനെ കമ്പൈൻ ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥേനെയാണ് നമ്മൾ ബൈവാലൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുക. ഓക്കെ. യെസ്. ആൻഡ് ഇനി നമ്മൾ ഇതിൻ്റെ മെക്കാനിസം പഠിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മെക്കാനിസത്തിലോട്ട് വരുമ്പോഴത്തേക്കും അവിടെ കുറച്ച് സ്റ്റെപ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് സിനാപ്സിസ്. ഈ ഹോമോലോഗസ് ആയിട്ടുള്ള ക്രോമസോംസ് പെയർ ചെയ്യുന്നത് ലെങ്ത് വൈസാണ്. അവരുടെ ലെങ്ത്തിനനുസരിച്ചിട്ട് ആ പെയറിങ് നടക്കുക. ആൻഡ് ആ പെയറിങ് നടക്കുന്നതിനൊരു ഫോഴ്സ് ആവശ്യമാണ്, ഒരു കൈൻഡ് ഓഫ് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. ആൻഡ് ആ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് കാരണം ലെങ്ത് വൈസ് അവർക്ക് പെയർ ചെയ്യാൻ പറ്റും. ആൻഡ് ഈ പെയറിങ് നമുക്ക് ഏറ്റവും അധികം കാണുക അവൺസൾഡ് ആയിട്ടുള്ള സൈഗോട്ട് കണ്ടീഷനിലാണ്. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മിയോസിസിൻ്റെ പ്രൊഫേസ് 1-ലായിരിക്കും നമുക്കത് വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കാം. ഓക്കെ. ഈ പെയറിങ് നടക്കുന്നത് ഒരു പൊസിഷനിലോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പൊസിഷനിലോ ഒക്കെ ഉണ്ടായിരിക്കും. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ താഴോട്ടത് പ്രൊസീഡ് ചെയ്യും. ഈ പൊസിഷനിൽ നിന്ന് താഴോട്ട് പ്രൊസീഡ് ചെയ്യും. ഒരു എന്താ പറയുക, സിപ്പർ മാതിരി ഒരു പോയിന്റിൽ എടുത്തിട്ട് നമുക്ക് താഴോട്ട് ഇങ്ങനെ വലിക്കാമല്ലോ. അപ്പോൾ അതുപോലെ കംപ്ലീറ്റ് ലെങ്ത്തിൽ ഈ പറഞ്ഞ സിനാപ്സിസ് നടക്കുന്നുണ്ട്. പിടികിട്ടിയോ? ഒരു പോയിന്റിലോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പോയിന്റിലോ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ പി ആമിലോ ക്യൂ ആമിലോ നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു ആമിലോ അല്ലെങ്കിൽ ഒരു പോയിന്റിലോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പോയിന്റിലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ട് താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു ടു ദ എൻറ്റയർ ലെങ്ത്. അവിടെ വരെ നടക്കുന്നുണ്ടായിരിക്കും. ആൻഡ് ഇങ്ങനെ പെയർ ചെയ്തിരിക്കുന്ന പ്രോസസ്സിനെയാണ് വി കോൾ ഇറ്റ് ആസ് സിനാപ്സിസ്. ആൻഡ് പെയർഡ് ആയിരിക്കുന്ന ഹോമോലോഗസ് ക്രോമസോംസിനെ രണ്ടുപേരിങ്ങനെ പെയർ ആയിട്ടിരിക്കുന്നു. അതിനെയാണ് നമ്മൾ ബൈവാലൻസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. നിങ്ങൾ തൊട്ട് മുന്നേയുള്ള പിക്ചറിൽ കണ്ടില്ലേ? ഇവിടെ നിങ്ങൾ ആദ്യത്തെ ഒരു പിക്ചർ നോക്കുക. അവിടെ രണ്ടുപേരിങ്ങനെ അടുത്തടുത്തിരിക്കുകയാണ് അല്ലേ? അപ്പോൾ അവർ അടുത്തടുത്തിരിക്കുന്നത് ഈസ് ആക്ച്വലി രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രോമസോംസ്, അച്ഛൻ്റെ അമ്മയുടെ. പിന്നീട് അവർ ക്രോസിംഗ് ഓവർ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും കൈസ്മയൊക്കെ ഫോം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു ഇൻട്രാക്ഷനിൽ അവർ ഇൻവോൾവ് ആകാനായിട്ട് തുടങ്ങുകയാണ്. ഏതൊക്കെ ക്രോമസോമാണോ ഈ പ്രോസസ്സിൽ ഇൻവോൾവ് ആകുക അവരെ നമ്മൾ ബൈവാലൻസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഇതിൻ്റെ ഒരു പോയിന്റിൽ ഇപ്പോൾ ഇത് ഫോം ചെയ്തിട്ടുണ്ട്, എൻറ്റയർ പോയിന്റിലോട്ട് ഇത് എക്സ്റ്റെൻഡ് ചെയ്യും. ആൻഡ് ആ ഒരു എക്സ്റ്റൻഷനെയാണ് നമ്മൾ സിനാപ്സിസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരിക്കുക. പിടികിട്ടിയോ? അപ്പോൾ സിനാപ്സിസിലിരിക്കുന്ന ഹോമോലോഗസ് ക്രോമസോംസിനെ നമ്മൾ ബൈവാലൻസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ആ ഒരു ഐഡിയ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ. ഇനി സിനാപ്സിസിൻ്റെ സമയത്ത് ഒരു എക്സ്ട്രാ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ സിനാപ്റ്റോ നീമൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരിക്കുക. രണ്ട് ഹോമോലോഗസ് ക്രോമസോംസിൻ്റെ DNA ക്രോമസോംസിനകത്ത് തന്നെ DNA കാണുന്നതെന്ന് അറിയാമല്ലോ. അപ്പോൾ രണ്ട് ഹോമോലോഗസ് ആയിട്ടുള്ള ക്രോമസോംസിൻ്റെ DNA ഒരുമിച്ച് ഇങ്ങനെ അലൈൻ ചെയ്ത് അടുത്തടുത്ത് സൈഡ് ബൈ സൈഡായിട്ട് ഇങ്ങനെ അലൈൻ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനാപ്റ്റോ നീമൽ കോംപ്ലക്സ് ഉള്ളത്. നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ഒരു കൈ അതിൻ്റെ മേലെ മറ്റൊരു കൈ വെച്ചു. ഒന്നാമത്തെ കൈയായിരുന്നു ഒന്നാമത്തെ ക്രോമസോം, രണ്ടാമത്തെ കൈയായിരുന്നു രണ്ടാമത്തെ ക്രോമസോം എന്ന് വിളിക്കുക. അപ്പോൾ ഇവർ സിനാപ്സിസിലോട്ട് പോവുകയാണ്, പെയർ ചെയ്യാണ്. ആൻഡ് അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ഈ രണ്ട് കൈകളെയും നമ്മൾ ബൈവാലൻസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഇതിനകത്തുള്ള രണ്ട് പേരിങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നു. ഒന്നിൻ്റെ മേലെ ഒന്ന് നമ്മൾ കൈകൾ വെക്കുമ്പോൾ ഇവിടെ ഈ രണ്ട് ക്രോമസോമിനകത്തുള്ള DNA മോളിക്യൂൾസ് ഇങ്ങനെ സൈഡ് ബൈ സൈഡ് ഇങ്ങനെ അലൈൻഡ് ആവുകയാണ് അല്ലേ? ഒരാളുടെ DNA മറ്റേ DNA ആയിട്ട് അലൈൻഡ് ആവുന്നു. ആൻഡ് അങ്ങനെ
അങ്ങനെ ഫോം ചെയ്യുന്ന ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. ആൻഡ് സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് ഫോം ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ഈ പെയറിംഗ് പ്രോസസ്സിനെ നമ്മൾ സിനാപ്സിസ് അല്ലെങ്കിൽ സിൻഡെസിസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. സിൻഡെസിസ് എന്ന് കണ്ടാലും സിനാപ്സിസ് എന്ന് കണ്ടാലും ഒക്കെ സെയിം തന്നെയാണ്. പക്ഷെ നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വാക്ക് അത് സിനാപ്സിസ് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ സിനാപ്സിസ് ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അതിൻ്റെ പിക്ചറാണ് ഈ കൊടുത്തേക്കുന്നത്. ഒരു ഹോമോലോഗസ് പെയർ ഓഫ് ക്രോമസോംസ് ഉണ്ടായിരുന്നു, അവർ എക്സ്ചേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ, ആ പെയറിംഗ് നടക്കുന്നതിനെയാണ് നമ്മൾ സിനാപ്സിസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. സിനാപ്സിസിൽ ഇരിക്കുന്ന 2 ക്രോമസോമുകൾ, ഇവിടെ ഒരെണ്ണം വയലറ്റ് ഒരെണ്ണം ബ്ലൂ ആയിട്ടിരിക്കുന്നു, അവർ രണ്ടുപേരെയും ബൈവാലൻസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. അവരവരുടെ പാർട്സ് എക്സ്ചേഞ്ച് ചെയ്യുന്നു, അതിന് നമ്മൾ ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ക്രോസിംഗ് ഓവർ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വയലറ്റിൽ കുറച്ച് ബ്ലൂവിൻ്റെ പാർട്സും ബ്ലൂവിൽ കുറച്ച് വയലറ്റിൻ്റെ പാർട്സും വന്നു അല്ലേ. ഇപ്പോൾ ഒരു പുതിയ ക്രോമസോമായി ആദ്യത്തെ ഹോമോലോഗസ് ക്രോമസോംസിനെയും ഇപ്പോഴത്തെ പുതിയ റീകോമ്പിനന്റ് ക്രോമാറ്റിഡ്സ് എന്ന് പറഞ്ഞിട്ട് ലേബൽ ചെയ്തിട്ടുള്ള ക്രോമസോംസിനെ നിങ്ങളൊന്ന് നോക്കിക്കേ. രണ്ടാണ്. എന്തായാലും ഒബ്വിയസ്ലി എന്ത് ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഉണ്ടായിട്ടുള്ള ഈ ക്രോമസോമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, റീകോമ്പിനൻസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ സൈഡ് ബൈ സൈഡായിട്ട് അലൈൻ ചെയ്യുന്ന ഒരു അവസ്ഥ, അതിനെ നമ്മൾ സിനാപ്സിസ് എന്ന് വിളിക്കും. ആൻഡ് ഈ DNA ഇങ്ങനെ സൈഡ് ബൈ സൈഡായിട്ട് അലൈൻ ചെയ്യുമ്പം ആ ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും. ദാറ്റ് കോംപ്ലക്സ് ഇസ് കോൾഡ് ആസ് സിനാപ്റ്റോനീമൽ കോംപ്ലക്സ്. പിടികിട്ടിയോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും സിനാപ്റ്റോനീമൽ കോംപ്ലക്സിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് NCERT എടുക്കുക. +1 ക്ലാസ്സിൻ്റെ നമ്മളുടെ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട്. അതിനകത്ത് മിയോസിസിൻ്റെ പോർഷൻ ഒന്ന് റീഡ് ചെയ്ത് വിട്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ പിടിയിട്ടും കേട്ടോ. നിങ്ങൾ ആരെങ്കിലും മറന്നുപോയിട്ടുള്ളവരുണ്ടെങ്കിലും അങ്ങനെ പറഞ്ഞതാണ്. ഓക്കെ, ഇനി സിനാപ്സിസ് കഴിഞ്ഞിട്ടില്ല. സിനാപ്സിസ് 3 ടൈപ്സിലുണ്ട്. പ്രോസെൻട്രിക് സിനാപ്സിസ്, പ്രോ ടെർമിനൽ സിനാപ്സിസ് ആൻഡ് റാൻഡം സിനാപ്സിസ്. പ്രോസെൻട്രിക് സിനാപ്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ക്രോമസോമിൻ്റെ നടുക്കായിട്ട് ആയിരിക്കും പെയറിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. മിഡിൽ പോർഷനിൽ വെച്ചിട്ട് പെയറിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സിനാപ്സിസിനെ നമ്മൾ പ്രോസെൻട്രിക് സിനാപ്സിസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. പ്രോ ടെർമിനൽ സിനാപ്സിസ് എന്ന് പറഞ്ഞാൽ എന്താ, ടെർമിനൽ പൊസിഷനിൽ നിന്ന്, ടീലോമിയേഴ്സ് എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ ക്രോമസോം പഠിച്ചപ്പോൾ, ആ ടെർമിനൽ പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രോ ടെർമിനൽ സിനാപ്സിസ് എന്ന് വിളിക്കുക. റാൻഡം സിനാപ്സിസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അതിനിങ്ങനെ ഒരു കറക്റ്റ് പോയിന്റ് ഒന്നുമില്ല, എവിടെന്നെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ റാൻഡം സിനാപ്സിസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, അങ്ങനെയാണ് സിനാപ്സിസ്. ഈ സിനാപ്സിസിൻ്റെ ഒപ്പം പഠിക്കാനുള്ള ഒരു കോൺസെപ്റ്റാണ് ടെട്രാഡ്. നമ്മളുടെ ഹോമോലോഗസ് ക്രോമസോംസ് ഉണ്ടല്ലോ, 2 ബൈവാലൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവർ ഒരുമിച്ച് കമ്പൈൻ ചെയ്തിട്ട് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആയിട്ട് മാറും. നോക്കി, ഒന്ന് സിമ്പിളായിട്ടല്ലോ വെച്ചാൽ മതി. നേരത്തെ കണ്ട ബ്ലൂ കളറിലെ ക്രോമസോം ആൻഡ് വയലറ്റ് കളറിലെ ക്രോമസോംസ് ഇവരെന്ത് ചെയ്തു, ഈ ബൈവാലൻസ് ഒരുമിച്ചിരിക്കുക, ഒരെണ്ണത്തിൻ്റെ മേലെ മറ്റൊരെണ്ണമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവരെന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ക്രോമാറ്റിഡ്സിനൊക്കെ ഏകദേശം സെയിം നീളമായിരിക്കും. അപ്പോൾ ഇവരുടെ 2 ക്രോമാറ്റിഡ്സ് ഏകദേശം ഐഡൻറ്റിക്കലായിട്ട് മാറും, സിസ്റ്റർ ക്രോമാറ്റിഡ്സ് പോലെ ആയിട്ട് മാറും. ആൻഡ് ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഒരു സെൻറ്റർ പൊസിഷൻ ആയിരിക്കും, ദാറ്റ് ഈസ് ദ സെൻട്രോമിയർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സെൻട്രോമിയറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് 4 ക്രോമാറ്റിഡ്സ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഒരു ബൈവാലൻസിൽ 4 ക്രോമാറ്റിഡ്സ് ഉണ്ട്. ആ ഒരു 4 ക്രോമാറ്റിഡ്സ് ഉള്ള അവസ്ഥേനെയാണ് നമ്മൾ ടെട്രാഡ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. പിടിയിട്ടിയാ, ഒരെണ്ണത്തിൻ്റെ മേലെ ഒരെണ്ണം ഇരിക്കുന്നു. ആൻഡ് അറ്റ് ദ ടൈം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർ തമ്മിൽ കണക്റ്റഡ് ആയിട്ടുള്ളത് ദാറ്റ് ഇസ് സെൻട്രോമിയർ. അതായത് മാത്രമല്ല ഇവരുടെ ഓരോരുത്തരുടെയും എത്ര ക്രോമാറ്റിഡ്സ് ഉണ്ട്, 2 ക്രോമാറ്റിഡ്സ് ഇതുണ്ടല്ലോ. പക്ഷേ ഇവർ കമ്പൈൻ ചെയ്തിരിക്കുമ്പോൾ നമുക്ക് എത്ര ക്രോമാറ്റിഡ്സ് കാണാം, 4 ക്രോമാറ്റിഡ്സ് കാണാം. ഇതിനെയാണ് നമ്മൾ ടെട്രാഡ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരിക്കുക. നിങ്ങൾ ഈ കാണുന്നതാണ് ടെട്രാഡ് എന്ന് പറയുന്നത്. 2 ഹോമോലോഗസ് ആയിട്ടുള്ള ക്രോമസോംസ് ആണ്. ഇവർ നമ്മൾ കമ്പൈൻ ചെയ്യാൻ അല്ലെങ്കിൽ പെയർ ചെയ്യിക്കാൻ വേണ്ടി പോവാണ്. പക്ഷെ ഇവർ ചെന്നിരിക്കുമ്പോൾ എത്ര ക്രോമാറ്റിഡ്സ് കാണാൻ പറ്റും, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫോമിങ് ടെട്രാഡ് എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവർ രണ്ടുപേരും ചെന്നിരിക്കുമ്പോഴത്തേക്കും 4 ക്രോമാറ്റിഡ്സ് ഉള്ളൊരവസ്ഥ വരും. അതിനെയാണ് നമ്മൾ ടെട്രാഡ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, യെസ്. ഇനി അടുത്ത കോൺസെപ്റ്റിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, ദാറ്റ് വാസ് സിനാപ്സിസ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ക്രോമസോംസ്. സിനാപ്സിസ് കഴിഞ്ഞ ഉടനെ നടക്കുന്ന അടുത്ത പ്രോസസ്സാണ് ഈ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ക്രോമസോംസ് എന്ന് പറയുന്നത്. നമ്മളുടെ ക്രോമസോമിൻ്റെ ബൈവാലൻ്റ് നേച്ചറിൽ നിന്ന് അവർ എത്രയായിട്ട് മാറും, 2 എണ്ണമായിരുന്നു, അത് പിന്നീട് 4 എണ്ണമായിട്ടുള്ള ഒരു സ്റ്റേജിലോട്ട് മാറും. 4 എണ്ണമുള്ള അവസ്ഥേനെയാണ് നമ്മൾ ടെട്രാവാലൻറ്റ് എന്ന് പറഞ്ഞിട്ട് വിളിക്കേണ്ടിയിരിക്കുക. മനസ്സിലായോ? സിനാപ്സിസ് കഴിഞ്ഞ ഉടനെ തന്നെ നടക്കുന്ന സ്റ്റേജാണ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ക്രോമസോംസ്. എത്ര ക്രോമസോംസ് ഉണ്ടായിരുന്നു സിനാപ്സിസിൽ? 2 എണ്ണം ഉണ്ടായിരുന്നു. ഈ 2 എണ്ണം പിന്നീട് എന്ത് ചെയ്യും, 4 എണ്ണമായിട്ട് മാറും. അപ്പോൾ ആ ഒരു ബൈവാലൻ്റ് നേച്ചറിൽ നിന്ന് ഒരു ടെട്രാവാലൻ്റ് നേച്ചറിലേക്ക് മാറുന്നതാണ് ഈ ഒരു ഡ്യൂപ്ലിക്കേഷനിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കുക. പിടികിട്ടിയോ? ഈ 4 സ്ട്രാൻഡ്സ് ഉള്ള ആ ഒരു സ്റ്റേജിലിരിക്കുന്ന ക്രോമാറ്റിഡ്സ് ഉണ്ടല്ലോ, അത് നടക്കുന്നത് എങ്ങനെയാണ്, അത് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഹോമോലോഗസ് ക്രോമസോംസ് സ്പ്ലിറ്റ് ചെയ്യുന്നത് കൊണ്ടിട്ടാണ്. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും, സിസ്റ്റർ ക്രോമാറ്റിഡ്സ് വേറെ, അൺസിസ്റ്റർ ക്രോമാറ്റിഡ്സ് വേറെ, അങ്ങനത്തെ ഒരു ഇതായിട്ട് മാറും.
പിടികിട്ടിയോ? അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുന്നത് കൊണ്ട് ഹോമോലോഗസ് ക്രോമസോംസ് സ്പ്ലിറ്റ് ചെയ്യുന്നത് കൊണ്ടിട്ടാണ് 4 സ്ട്രാൻഡ്സ് ഉള്ള ക്രോമാറ്റിഡ്സ് രൂപപ്പെടുന്നത്. ആൻഡ് ഇത് എവിടെ അറ്റാച്ച്ഡ് ആയിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെൻട്രോമിയറിൽ അറ്റാച്ച്ഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ സ്പ്ലിറ്റിംഗ് മുഖാന്തരമാണ് ഈ 4 സ്ട്രാൻഡഡ് ആയിട്ടുള്ള ഒരു ക്രോമസോം കണ്ടീഷൻ ഉണ്ടാകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. സോ സെക്കൻഡ് വൺ വാസ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ക്രോമസോംസ്. ജസ്റ്റ് 2 ഉണ്ടായിരുന്നത് 4 ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു, എക്സ്ട്രാ വരുന്നു, അതാണ് ഡ്യൂപ്ലിക്കേഷൻ. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ് ക്രോസിംഗ് ഓവർ. പാക്കറ്റീൻ്റെ സ്റ്റേജിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു മിയോസിസ് 1 പ്രൊഫേസ് 1 പാക്കറ്റീനിൽ വെച്ചിട്ടാണ് ക്രോസിംഗ് ഓവർ സംഭവിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ സിസ്റ്റർ ആയിട്ടുള്ള ക്രോമാറ്റിഡ്സ്, ദാറ്റ് മീൻസ് അച്ഛൻ്റെ ക്രോമാറ്റിഡും അമ്മയുടെ ക്രോമാറ്റിഡും അത് നോൺ സിസ്റ്ററാണ്. അച്ഛൻ്റെ 2 സിസ്റ്ററാണ്, സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്ന് വിളിക്കും. സ്വന്തമായിട്ടുള്ള 2 നമ്മൾ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്ന് വിളിക്കും. സ്വന്തമല്ലാത്ത 2 നമ്മൾ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്ന് വിളിക്കും. അപ്പോൾ അച്ഛൻ്റെ ഒരു ക്രോമാറ്റിഡും അമ്മയുടെ ഒരു ക്രോമാറ്റിഡും എന്ത് ചെയ്യുന്നു? ട്വിസ്റ്റ് ചെയ്യുന്നു. ആൻഡ് അത് ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചുമ്മാ ട്വിസ്റ്റിംഗ് ഒന്നും നടക്കത്തില്ല. ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എൻസൈം ഉണ്ട്. എൻസൈമിൻ്റെ പേരാണ് എൻഡോന്യൂക്ലിയേസ്. മറന്നു പോകാൻ പാടില്ല. അങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ക്രോമാറ്റിഡ്സ് തമ്മിൽ കണക്റ്റഡ് ആകും. ആൻഡ് ചില പോയിന്റിൽ കണക്റ്റഡ് ആകും. ആ പോയിന്റ്സിനെ നമ്മൾ കൈസ്മ അല്ലെങ്കിൽ കൈസ്മേറ്റ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. പിടികിട്ടിയോ? ആൻഡ് ഇതിനകത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ക്രോമാറ്റിഡ്സിലൊക്കെ വി ക്യാൻ ഫൈൻഡ് ജീൻസ്. കാരണം ക്രോമസോമിൽ DNA ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ജീൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അടുത്തടുത്തിരിക്കുന്ന ജീൻസാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത് ക്ലോസ്ലി പ്ലേസ്ഡ് ജീൻസ് ആണ് എന്നുണ്ടെങ്കിൽ 2 പേരും അടുത്തടുത്തിരിക്കാന്നിരിക്കാം. അപ്പോൾ ഞാനും എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഞങ്ങൾ 2 ജീൻസാണ്. അപ്പോൾ ഞങ്ങൾ 2 മാറ്റിയിരുത്താനായിട്ട് ടീച്ചർ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഒരല്പം ബുദ്ധിമുട്ടുള്ള പണിയായിരിക്കും. നമുക്ക് 2 മാറിയിരിക്കാൻ പറ്റില്ല, ഒരു അടുത്തടുത്തിരിക്കുള്ളൂ, അങ്ങനത്തെ ഒരു സെറ്റപ്പ് അല്ലേ. അതുപോലെ തന്നെ ഇവിടെ 2 ജീനുകൾ അടുത്തടുത്തിരിക്കുന്നുണ്ടെങ്കിൽ അവരിൽ ക്രോസിംഗ് ഓവർ സംഭവിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. 2 അടുത്തടുത്തിരിക്കുന്ന ജീനുകളിൽ ഒരിക്കലും ക്രോസിംഗ് ഓവർ സംഭവിക്കില്ല. പകരം അവർ കാണിക്കുന്ന ഒരു ഫിനോമിന എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടെ കൂടുതൽ ഇൻറ്റിമേറ്റ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കും. അടുത്തിങ്ങനെ ഭയങ്കര ക്ലോസ് ആയിട്ടിരിക്കാൻ ശ്രമിക്കും. അതിനെയാണ് ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ലിങ്കേജ് എന്ന് വിളിക്കുക. ഈ ജീൻസിനെ നമ്മൾ ലിങ്ക്ഡ് ജീൻസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. കാരണം അവർ അടുത്തടുത്തിരിക്കുന്നു, അവരെ സെപ്പറേറ്റ് ചെയ്യുക ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. അതുകൊണ്ടാണ് നമ്മൾ അവരെ എന്ത് വിളിക്കുന്നത്? അവരെ ലിങ്കേജ് ആയിട്ട് ലിങ്ക്ഡ് ആയിട്ടിരിക്കുക. അതുകൊണ്ട് നമ്മളവരെ ലിങ്ക്ഡ് ആയിട്ടുള്ള ക്രോമസോംസ് അല്ലെങ്കിൽ ലിങ്ക്ഡ് ആയിട്ടുള്ള ജീൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കും. ആൻഡ് ഇനി ചില ജീൻസ് ഉണ്ട് അത് അടുത്തടുത്തല്ല അല്പം ദൂരെയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ക്രോമസോംസിലായിരിക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള ജീൻസിലായിരിക്കും എന്ത് നടക്കുക? ക്രോസിംഗ് ഓവർ നടക്കുക. ഓക്കെ, എല്ലാ ക്രോമസോംസിലും ജീൻസ് ഇങ്ങനെ അടുത്തടുത്തിരിക്കണമെന്നില്ല. ഓൾമോസ്റ്റ് കുറേ ജീൻസ് ദൂരെയായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഡിസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്ന ജീൻസാണ് പൊതുവെ എന്ത് സംഭവിക്കുന്നത്? ക്രോസിംഗ് ഓവർ നടത്തുന്നത്. അടുത്തടുത്തിരിക്കുന്നവർ ക്രോസിംഗ് ഓവർ നടത്തില്ല, പകരം അവർ കുറച്ചും കൂടെ ഇൻറ്റിമേറ്റ് ആയിട്ടിരിക്കും. ആ ഇൻറ്റിമേറ്റ് ആയിട്ടിരിക്കുന്ന അവസ്ഥയെ നമ്മൾ ലിങ്കേജ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ആൻഡ് ഈ ലിങ്കേജിനെ പറ്റിയിട്ട് നമ്മൾ കൂടുതലായിട്ട് അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് പഠിക്കും കേട്ടോ. ദിസ് ഇസ് അബൌട്ട് ക്രോസിംഗ് ഓവർ. മൂന്നാമത്തെ സ്റ്റെപ്പ്. ഇനി 4ാമത്തെ സ്റ്റെപ്പിലോട്ട് പോവാണ്. ദാറ്റ് ഈസ് ടെർമിനലൈസേഷൻ. നമ്മളുടെ പ്രൊഫേസ് 1 ഉണ്ടല്ലോ, അതിൽ ഡയാകൈനസിസ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേജ് ഉണ്ട്. ഡയാകൈനസിസ് ആണ് അതിലെ ലാസ്റ്റ് സ്റ്റേജ്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും കയസ്മേറ്റ എന്ന് പറയുന്നത് നമ്മളുടെ ബൈവാലൻറ്റിൻ്റെ അറ്റത്തോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. അറ്റത്തോട്ട് ഇവർ മൂവ് ചെയ്ത് ഒരു ടെർമിനൽ പൊസിഷനിലോട്ട് അവരെത്തും. അപ്പോൾ അതിനെ നമ്മൾ ടെർമിനൽ കൈസ്മ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഇത്ര നേരം ഇൻറ്റർസ്റ്റീഷ്യൽ ആയിരുന്നു. ഇത് ടെർമിനൽ ആകുമ്പോഴത്തേക്കും ആ ഒരു പ്രോസസ്സിനെ, ഈ ഒരു കയസ്മേറ്റ മൂവ് ചെയ്ത് ടെർമിനൽ പൊസിഷനിലോട്ട് എത്തുന്ന പ്രോസസ്സിനെ ടെർമിനലൈസേഷൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വിളിക്കുന്നുണ്ടായിരിക്കുക. പിടികിട്ടിയോ? ഇനി നേരത്തെ ക്രോസിംഗ് ഓവറിൽ എന്താ പറ്റിയത്? ഈ ക്രോമാറ്റിഡ്സ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു. നൗ ഇവർ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ഹോമോലോഗസ് ക്രോമസോംസ് സെപ്പറേറ്റ് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യും. ഇനി മിയോസിസിൻ്റെ അനഫേസ് 1 മിയോസിസ് 1 ഇതെല്ലാം നടക്കുന്നത്. അതിൽ അനഫേസ് 1 എത്തുമ്പോഴത്തേക്കുമാണ് ഹോമോലോഗസ് ക്രോമസോംസ് കംപ്ലീറ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവുക. പിടികിട്ടിയോ? പക്ഷേ നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ ക്രോമസോംസ് ഇങ്ങോട്ടും പാർട്സ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഒരു ക്രോമസോമിൻ്റെ കുറച്ച് പാർട്ട് ഇപ്പറയുള്ള ക്രോമസോമിലും ഈ ക്രോമസോമിൻ്റെ കുറച്ച് പാർട്ട് അപ്പറയുള്ളതിനകത്ത് ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ദാറ്റ് മീൻസ് പെയർ ചെയ്തിട്ടുണ്ടായിരുന്നതിനകത്ത് കാണാൻ പറ്റും. ആൻഡ് മിയോസിസ് കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് 4 ടൈപ്പ് ഓഫ് ഗ്യാമേറ്റ്സ് ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. 2 പാരന്റ് ടൈപ്സ് ആയിരിക്കും. അതിൽ മോസ്റ്റ്ലി നമ്മളുടെ പാരന്റിൻ്റെ കോമ്പിനേഷൻസ് ഒക്കെ ആയിരിക്കും. 2 ക്രോമസോംസ് റീകോമ്പിനേഷൻ നടന്നിട്ടുള്ളതായിരിക്കും അതിനകത്ത് ഉണ്ടാകുന്നുണ്ടായിരിക്കും. അപ്പോൾ 2 ഗ്യാമേറ്റ്സ് എന്ന് പറയുന്നത് പാരന്റിന്റെ പോലിരിക്കുന്ന ക്രോമസോംസും കണ്ടീഷൻസ് ഒക്കെ ഉള്ളവരായിരിക്കും. 2 ഗ്യാമേറ്റ്സ് എന്ന് പറയുന്നത് റീകോമ്പിനേഷൻ നടത്തിച്ചുള്ള ക്രോമസോംസും ജീൻസും ഒക്കെ ഉള്ളവരായിരിക്കും. പിടികിട്ടിയോ? ഇങ്ങനെയാണ് ബേസിക്കലി നമ്മളുടെ ക്രോസിംഗ് ഓവർ നടക്കുന്നത്. ക്രോസിംഗ് ഓവറിൻ്റെ മെക്കാനിസത്തിനകത്ത് നമ്മൾ ആദ്യം പഠിച്ചത് എന്തായിരുന്നു? ദാറ്റ് വാസ് സിനാപ്സിസ്, ദെൻ ഡ്യൂപ്ലിക്കേഷൻ. അത് കഴിഞ്ഞ് നമ്മൾ ക്രോസിംഗ് ഓവറിലോട്ട് വന്നു, പിന്നെ ടെർമിനലൈസേഷനിലോട്ട് വന്നു. ഇങ്ങനെയാണ് ക്രോസിംഗ് ഓവർ നടക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം. പിടികിട്ടിയോ? ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ദാറ്റ് ഈസ് ദ ലാസ്റ്റ് ടോപ്പിക്, കൈൻഡ്സ് ഓഫ് ക്രോസിംഗ് ഓവർ. കൈൻഡ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ടൈപ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഏതൊക്കെ ടൈപ്പിലുള്ള കൈസ്മേറ്റയാണോ ഇൻവോൾവ് ആയിട്ടുള്ളത് അതിനനുസരിച്ച് നമ്മൾക്ക് ഈ പറഞ്ഞ ക്രോസിംഗ് ഓവറിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ 3 എണ്ണമാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. സിംഗിൾ ക്രോസിംഗ് ഓവർ, ഡബിൾ ക്രോസിംഗ് ഓവർ, മൾട്ടിപ്പിൾ ക്രോസിംഗ് ഓവർ. സിംഗിൾ ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ ഇവിടെ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഉണ്ടല്ലോ, ഹോമോലോഗസ് ക്രോമസോംസിന് നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സിൻ്റെ ഇടയിൽ ആകെ ഒരു കൈസ്മേറ്റേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉള്ള ഒരു ക്രോസിംഗ് ഓവറിനെയാണ് നമ്മൾ സിംഗിൾ ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരിക്കുക. ആൻഡ് ഇങ്ങനെയുള്ള ക്രോസിംഗ് ഓവറിൽ 2 ക്രോമാറ്റിഡ്സ് ആണ് ഇൻവോൾവ് ആയിട്ടുണ്ടാവുക. 4 ഇൻവോൾവ് ആയിട്ടുണ്ടാവില്ല, 2 ഇൻവോൾവ് ആയിട്ടുണ്ടാവുള്ളൂ. കാരണം ഒരു പോയിന്റിലല്ലേ കൈസ്മയുള്ളൂ. നേരത്തെ നമ്മൾ ബൈവാലന്റ് കണ്ടില്ലേ ഒരു പിക്ചറിനകത്ത്, അവിടെ പി ആമിലും ഉണ്ടായിരുന്നു, ക്യൂ ആമിലും കൈസ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ 4 ഇൻവോൾവ് ആണ്. പക്ഷേ ഇവിടെ അങ്ങനെ ആവില്ല, ആകെ ഒരു കൈസ്മേറ്റേ ഉള്ളൂ, ഏതെങ്കിലും ഒരു ആമിലേ കാണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റും, ആകെ ഒരു 2 ക്രോമാറ്റിഡ്സ് ആയിരിക്കും ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ടാവുക, സിംഗിൾ ക്രോസിംഗ് ഓവറിൽ ഇൻവോൾവ് ആയിട്ടുണ്ടാവുക. പിടികിട്ടിയാവും. ഇനി ഡബിൾ ക്രോസിംഗ് ഓവർ. ഡബിൾ ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ 2 കൈസ്മേറ്റ ഫോം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹോമോലോഗസ് ക്രോമസോംസിന്റെ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സിന്റെ ഇടയിൽ 2 കൈസ്മേറ്റ ഫോം ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ നേരത്തെ കണ്ടത്. പി ആമിലൊരു കൈസ്മേറ്റ, ക്യൂ ആമിലൊരു കൈസ്മേറ്റ, അങ്ങനെ ഡബിൾ ക്രോസിംഗ് ഓവർ നടക്കുന്നു. അപ്പോൾ 2 സ്ട്രാൻഡ്സിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 4 സ്ട്രാൻഡ്സിലൊക്കെ ഈ പറഞ്ഞ ക്രോസിംഗ് ഓവർ സംഭവിക്കാം. 2 സ്ട്രാൻഡ്സിൽ പറയുന്ന കാരണം എന്താണെന്നറിയോ? പി ആമിൽ തന്നെ 2 പൊസിഷനിൽ കൈസ്മേറ്റ ഫോം ചെയ്യുമല്ലോ, അപ്പോൾ 2 സ്ട്രാൻഡല്ലേ ഉപയോഗിച്ചിട്ടുള്ളൂ. ക്യൂ ആമിലും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കുമാണ് നമ്മൾ തന്നെ 4 സ്ട്രാൻഡ്സ് എന്ന് വരയ്ക്കാം. പിടികിട്ടിയോ? അപ്പോൾ അതുകൊണ്ടാണ് അവിടെ 2 അല്ലെങ്കിൽ 4 സ്ട്രാൻഡിൻ്റെ എഴുതിയിരിക്കുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന റീകോമ്പിനൻറ്റിൻ്റെയും പാരൻ്റൽ ടൈപ്പിൻ്റെയും ഒരു റേഷ്യോ എന്ന് പറയുന്നത് ഏകദേശം റീകോമ്പിനൻ്റ് റേഷ്യോ എന്ന് പറയുന്നത് 2:2:3:1 ആൻഡ് പാരൻ്റൽ ടൈപ്പിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4:0 ആണ്. അത് ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല, റേഷ്യോസ് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു ഐഡിയ മനസ്സിലാക്കിയാൽ മതി എന്താണ് ഡബിൾ ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ലാസ്റ്റ് വൺ, ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ ക്രോസിംഗ് ഓവർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോമോലോഗസ് ക്രോമസോംസിൻ്റെ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സിൽ 2 കൂടുതൽ ക്രോസിംഗ് ഓവറുകൾ സംഭവിച്ചിരിക്കുന്നു. അങ്ങനെയുള്ളതിനെ നമ്മൾ മൾട്ടിപ്പിൾ ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ആൻഡ് ഇത് നടക്കാനുള്ള ഫ്രീക്വൻസി എന്ന് പറയുന്നത് വളരെ കുറവാണ്. എക്സ്ട്രീംലി ലോ ആയിട്ടാണ് മൾട്ടിപ്പിൾ ക്രോസിംഗ് ഓവേഴ്സ് നടക്കുക. കൂടുതലും ഡബിൾ ആൻഡ് സിംഗിൾ ആയിട്ടുള്ള ക്രോസിംഗ് ഓവേഴ്സ് ആണ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ടായിരിക്കുക. പിടികിട്ടിയോ? ആൻഡ് ഇങ്ങനെയാണ് 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോസിംഗ് ഓവേഴ്സ്. ആൻഡ് ഇതാണ് ഒരു കുഞ്ഞു ഐഡിയ. ആൻഡ് ഇത് നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഒരു MCQ മാതിരി ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. കാരണം കുഞ്ഞു കുഞ്ഞു ടേംസ് മാത്രമേ ഉള്ളൂ, അധികം വലിയ വേർഡ്സ് ഇല്ല. സിനാപ്സിസ്, അതുപോലെ ബൈവാലൻ്റ്, ടെട്രാഡ്, അങ്ങനത്തെ കുഞ്ഞു ടോപ്പിക്സ് അല്ലേ നമുക്ക് ഓർത്ത് വെക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെന്ന് ഞാൻ ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കണം. ആൻഡ് ഇത്രയാണ് നമ്മൾക്ക് ഇന്ന് പറയാനുള്ളത്. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുള്ളായി, അണ്ടർസ്റ്റാൻഡബിൾ ഒക്കെ ആയിരുന്നു എന്ന് ഞാൻ വിചാരിക്കണം. അണ്ടർസ്റ്റാൻഡബിൾ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ മെയിൽ ഐ ഡിയും സോഷ്യൽ മീഡിയ ഐഡീസ് ഒക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടെ നിങ്ങൾക്ക് എന്നെ അറിയിക്കാവുന്നതാണ്. ആൻഡ് അപ്പോൾ ഇന്ന് ഇത്രയുമാണ്. നമ്മൾ ക്രോസിംഗ് ഓവറിനെ പറ്റി പഠിച്ചു. എന്താണ് ക്രോസിംഗ് ഓവർ, എന്താണ് റീകോമ്പിനേഷൻ, ആൻഡ് അതിൻ്റെ മെക്കാനിസം എങ്ങനെയാണെന്ന് പഠിച്ചു. മെക്കാനിസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ്, 3 ടൈപ്സേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് പഠിക്കാനായിട്ട്. ആ 3 ടൈപ്സും കൂടെ നമ്മൾ പഠിച്ചു. ആൻഡ് നമ്മൾ ക്രോസിംഗ് ഓവർ അങ്ങ് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യം. അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കായിട്ട് വരാം. അണ്ടിൽ ദെൻ, ബൈ ബൈ. താങ്ക് യു.